ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് വാഴയ്ക്ക തോരൻ വെക്കുന്നതാണ്. ഏത്തക്ക അല്ലേ? അപ്പോൾ വീഡിയോ എടുത്തിരുന്നത് നികിത. നികിത തൊട്ട ഒരു കാര്യം പറഞ്ഞു. അപ്പം വാഴേൻ്റെ കറ കയ്യിലാവാതിരിക്കാൻ വേണ്ടി ഞാൻ ലേശം വെളിച്ചെണ്ണ കയ്യിലാക്കുന്നുണ്ട്. അപ്പോൾ ആ കറ പിടിക്കൂല. കുറച്ച് ലേശം വെളിച്ചെണ്ണക്കെല്ലാം തീ വിലയാണ്, അതുകൊണ്ട് ലേശം കുറച്ച് നമ്മൾ കത്തിക്കും കൂടി ഇങ്ങനെ ആക്കി കൊടുക്കാം. കയ്യിലുള്ള എണ്ണ ഇല്ല, നമ്മൾ കൈ ഇങ്ങനെ വഴുതിയിട്ട് പിടിച്ചാൽ കിട്ടുമല്ലോ. ഞാൻ ഇതിൻ്റെ തൊലിയൊന്നും കളയുന്നില്ല, ഈ സംഭവം മാത്രമേ ചെത്തിക്കളയുന്നുള്ളേ. വാഴക്കായുടെ മാത്രം ചെത്തിക്കളഞ്ഞിട്ട് നൈസായി അരിഞ്ഞെടുക്കാനാണ് എൻ്റെ പരിപാടി അല്ലേ? വാഴപ്പൂങ്കിളികൾ ഒരു പിടി നാരു കൊണ്ടു കൂടുകൂട്ടും നമ്മളെ വ്യൂസ് എല്ലാം കുറഞ്ഞ് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടാത്തതുകൊണ്ട്, വീഡിയോ ഇടുന്നില്ലെങ്കിലും ഷോർട്സ് ഇടുന്നുണ്ടായിന്, പക്ഷെ വ്യൂസ് എല്ലാം പോയി. നല്ല വ്യൂസ് കയറി വന്നതെല്ലാം പോയി. ഇന്ന് മുതൽ നമ്മൾ ഒന്നുകൂടെ ആക്റ്റീവായിട്ട് വരാമെന്ന് വിചാരിച്ചിരിക്കുന്നു. ലോങ് വീഡിയോ അപ്ലോഡ് ആവാൻ ബുദ്ധിമുട്ടുള്ളതാണ് നമ്മൾ വീഡിയോ ഇടാതെ. കായ് മൊത്തം ചെത്തിപ്പോയി അല്ലേ? നമുക്ക് വീഡിയോ അല്ലേ ഉണ്ടല്ലേ, നമ്മൾ വീഡിയോ ഇടാത്ത വീഡിയോ നമുക്ക് അപ്ലോഡ് ആവാൻ ബുദ്ധിമുട്ടല്ലേ? അത് നമ്മൾ വീഡിയോ ഇടുന്നില്ല. അച്ഛനും നിവേദും അപ്പുറത്തുണ്ട്. നികേതാണ് വീഡിയോ എടുത്തിരുന്നത്. ഇത് ചിലർ റൗണ്ടായിട്ട് അരിഞ്ഞ് തോരൻ വെക്കുന്നവരുണ്ട്. ഞാൻ റൗണ്ടായിട്ടല്ല, 4 അരിഞ്ഞിട്ടാണ് വെക്കുന്നത്. ഞാൻ അരിയുന്ന കാണിച്ചു തരാം. കേട്ടെ, നമ്മുടെ നാട്ടിൽ ഭയങ്കര മഴയാണ്. മഴയായതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ചീനച്ചട്ടിയിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് നമുക്ക് 4 കീറിയത് അരിഞ്ഞിടാം. ചീനച്ചട്ടിയിലെ വെള്ളത്തിലേക്ക് നമുക്ക് 4 കീറി അരിഞ്ഞിടാം. നല്ല പച്ച കാന്താരി എല്ലാം ഇട്ടിട്ട് വേണം വെക്കാം, പക്ഷേ കാന്താരി ഇല്ല. ഞാൻ ചെറുതായിട്ട് അരിയുന്നേ, വെള്ളം ഒഴിക്കാതെ ആവി കയറ്റി വേവിക്കാം. അല്ലേ? ഇച്ചിരി കണ്ടാലും കുഴപ്പമില്ല. ഞാനിങ്ങനെ ചെറുതായി അരിഞ്ഞെടുക്കുന്നുണ്ട്. വൻപയറുണ്ടായിരുന്ന പയറിട്ട് തോരൻ പോലെ വെക്കായിരുന്നു അല്ലേ? വൻപയറില്ലാലോ. എനിക്ക് ഏതിന് നാളെ എന്നാ പരീക്ഷ? 4 പോയി 6 ഗൈസ്. നാളേക്ക് എന്തിയാ പരീക്ഷ? എല്ലാവർക്കും ഓണപ്പരീക്ഷ എടുത്തു. ഇനി 10 ദിവസം അവധിയല്ലേ. നമുക്ക് ഈ വർഷം ഓണം ഇല്ലാത്തതുകൊണ്ടല്ലേ അത്തപ്പൂക്കളം ഇടാൻ പറ്റൂല, ഓണക്കോടി വാങ്ങാൻ പറ്റൂല. ഓണക്കോടിയൊന്നും അതുകൊണ്ട് ഈ വർഷം ഇല്ല അല്ലേ? അല്ലേ? ഓണത്തിനാടെ പോകുന്ന വെക്കേഷന് നമുക്ക് എവിടെയും പോകാനില്ല അല്ലേ? ഏതൊക്കെ ഉണ്ടെന്തിനു പോവാ? ഞാൻ അതിലത്തെ കറ പോവും, അതുകൊണ്ടാണ് വെള്ളത്തിലേക്ക് അരിഞ്ഞിടുന്നത്. ചിലർ നേരത്തെ കഞ്ഞിവെള്ളത്തിൽ അരിഞ്ഞിടും. ഞാൻ പച്ചവെള്ളത്തിൽ അരിഞ്ഞിടുന്നേ അല്ലേ? നമ്മൾ പച്ചമ്പത്തിൽ
നമുക്കിത് അരിഞ്ഞ് കഴിഞ്ഞിട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ വാഴക്കകത്ത് വരുന്ന ആവശ്യത്തിനുള്ള സംഭവങ്ങൾ ഞാൻ ചേർത്തിട്ടുണ്ട്. സവോള, പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഇനി ലേശം മഞ്ഞൾപ്പൊടി, ലേശം മുളക് പൊടിയുടെ പൊടി, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ലേശം മുളക് പൊടിയും കൂടി ഇടാം. പച്ചമുളകിന് എരിവില്ലാത്തതുകൊണ്ട് ലേശം പൊടിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കും. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേഗം നമ്മളെ ഏട്ടൻ തേങ്ങ അരണ്ടുന്നുണ്ട്. ചോറ് വെക്കാൻ വേണ്ടി തീ പിടിപ്പിച്ചിട്ടുണ്ട്. ചോറിന് വെള്ളം വെക്കണം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുന്നുണ്ട്. നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു. നമുക്കിത് വേകാൻ പറ്റാം. ഗ്യാസ് നമ്മൾ ഗ്യാസ് വെച്ച് നമ്മൾ വേകാൻ പറ്റുന്നുണ്ട്. അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ ഏട്ടൻ തേങ്ങ അരണ്ടിയിട്ടുണ്ട്. വാഴക്കായിലിടാൻ വേണ്ടി അടുപ്പ് തീ പിടിപ്പിച്ചിട്ടുണ്ട്. ചോറ് വെക്കാൻ അത് മതി. എന്നാലും നമ്മൾ നമ്മൾ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ട് ഞാൻ നമ്മളെ കറിയിലേക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കും. എന്നിട്ട് കുറച്ച് തേങ്ങ ചേർന്നിട്ടില്ല. അപ്പം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അന്നേരം തേങ്ങയും കൂടെ വേവുമല്ല. അന്നേരം നമുക്ക് നമ്മുടെ കറി തിളച്ചോ നോക്കാം. എത്രത്തോളമായി. നല്ല ഉഷാറായി തിളച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ളം കൂടിപ്പോയിട്ടുണ്ട് കേട്ടോ. ഇത് വറ്റിച്ചെടുക്കാം നമുക്ക്. നമ്മൾ കറി മൂടി വെക്കട്ടെ. ഇനി 2-3 പാത്രം കഴുകാനുണ്ട്. അത് കഴുകിയെടുക്കട്ടെ. നമുക്ക് നമ്മൾ കറി തുറന്ന് നോക്കാം എത്രത്തോളം വെന്തു എന്നൊക്കെ. നമ്മൾ കറി കാണുന്നില്ലേ, നമ്മൾ കറി സെറ്റായിട്ടുണ്ട്. ഉപ്പുണ്ടോ നോക്കാവേ. അമ്മ പറഞ്ഞു തോരൻ പോലെ ആക്കണ്ട, ലേശം ചാറ് പോലെ ആക്കിപ്പം. ഇപ്പോൾ നമ്മൾ കായെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വറവിട്ട് കൊടുക്കേ. കടുക് വറുക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെന്തു
പാത്രധാരണ കടുകൂട്ടാവാം. കറിവേപ്പിലയില്ല, കറിവേപ്പിലയും കൂടെ വേണം, എന്നാലും ടേസ്റ്റ് ഇല്ല. കറിവേപ്പില ഇല്ലാത്തണ്ട് രസമില്ല. നമ്മൾ കടുക് വറുക്കുന്ന പാത്രം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയ്ക്ക് തീ വിലയായതുകൊണ്ട് ലേശം വയ്ക്കാൻ പാടുള്ളൂ, അല്ലാത്ത ഓയിലൊന്നും നമുക്ക് പറ്റൂല, എണ്ണ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എണ്ണ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കടുക് കൊടുത്തിട്ട് നമ്മുടെ കടുക് കൂട്ട ചടപട പൊട്ടുന്നുണ്ട്. ഇങ്ങനെ പൊട്ടട്ടെ. ഭയങ്കര ജലദോഷം. കടുക് ടപ്പേ പൊട്ടുന്നുണ്ട്. മീനോട്ടി എവിടെയോ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇങ്ങനെയായി. കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് വറുത്ത് ഇടാം കേട്ടോ. കടുക് വറുത്തിട്ടത് ഇട്ടേക്കെ. അത് വറ്റിച്ച് തോരനാക്കുന്ന ഇഷ്ടം. ഉണക്കമുളകെല്ലാം ഉണ്ടെങ്കിൽ വറുത്തിടുന്നത് നല്ലതാണ്. നമ്മളിവിടുത്തെ ഉണക്കമുളക് തീർന്നു. ഇപ്പോൾ നമ്മളെ കറി സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ എപ്പം പറയുന്ന പോലെ കൂട്ടുകാരോട് പറയാനും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും നമ്മൾ ലൈക്കും കമൻറ്റും എല്ലാം ചെയ്യണം. നമ്മളെ വ്യൂസെല്ലാം ഫുള്ള് പോയി. ലോങ് വീഡിയോ കയറാത്തതുകൊണ്ടാണ് നമ്മൾ ഇടാതിരുന്നിട്ടുണ്ടായിരുന്നത്. ഇന്നലെ നമ്മളൊരു കല്യാണ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് അപ്ലോഡായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നിങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പം അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത്. ടാറ്റാ ബൈ ബൈ.